your doubts with our trainers. During the session, you can raise your hands to clarify your doubts, and you can use the comment box to ask your questions, or you can unmute your mic and you can directly interact with our trainers. Got it? Students, am I audible? Can you hear me? Okay, fine. If there is no any further queries, let's start our masterclass session today. So be free to speak with our trainers. Do not hesitate. Share your thoughts and questions with our trainers. They'll clarify everything. And let's start our masterclass 2025 on medical surgical nursing 2. Over to our trainers. Hi, good evening all. I'm Alina. I'm Manju. ഇപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് 2 സിലബസ് റിവ്യൂ ആണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് 1 റിവ്യൂ നോക്കിയായിരുന്നു. ഇന്ന് നമ്മൾ അടുത്ത ക്ലാസ് നോക്കാൻ പോവാണ്. അതിൽ നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഓങ്കോളജി നഴ്സിംഗ്. ഓങ്കോളജി എന്താണ്? ആർക്കെങ്കിലും അറിയാവോ? എല്ലാരും റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ക്യാൻസറിനെ കുറിച്ചുള്ള സ്റ്റഡി. അതെ, ക്യാൻസറിനെ കുറിച്ചുള്ള സ്റ്റഡി. അതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് നഴ്സിംഗ് മാനേജ്മെന്റ് ഓഫ് പേഷ്യന്റ് വിത്ത് ഓങ്കോളജിക്കൽ കണ്ടീഷൻസ്. നമ്മളൊരു ക്യാൻസർ ഉള്ള പേഷ്യന്റിനെ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ നഴ്സുമാരല്ല എല്ലാവരും, നഴ്സുമാരാൻ പഠിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ക്യാൻസർ ഉള്ള പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്ട്രക്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമൽ ആൻഡ് ക്യാൻസർ സെൽസ്. ഒരു ക്യാൻസർ സെല്ലിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് നമ്മൾ ചാപ്റ്റർ നോക്കുന്നു. അതുപോലെ തന്നെ ഹെൽത്ത് അസസ്മെന്റ്, ഒരു ക്യാൻസർ ഉള്ള പേഷ്യന്റിനെ എങ്ങനെയാണ് നമ്മൾ ഹെൽത്ത് അസസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ നടത്തുന്നത്, എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, ഏർലി ഡിറ്റക്ഷൻ എങ്ങനെ ചെയ്യാം, അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറെ ടൈപ്സ് ഓഫ് ക്യാൻസർ ഉണ്ടല്ലേ, അങ്ങനെ ഓരോ ടൈപ്പുള്ള ക്യാൻസേഴ്സ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഓറൽ ക്യാൻസർ ഉണ്ട്, ലിവർ ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ. ആ ഓരോ ക്യാൻസറുടെ എങ്ങനെയാണ്, അതിന്റെ ഒക്കറൻസ് എങ്ങനെയാണ്, കോസസ്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, ഡെഫിനിഷൻ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നു. ഈ ചാപ്റ്ററിൽ നമുക്ക് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദിക്കാം, അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ചോദിക്കാം, അതുപോലെ തന്നെ എന്താണ് എസ് എ ടൈപ്പ് ചോദിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞു തന്നായിരുന്നു നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട എങ്ങനെ. ആർക്കെങ്കിലും അറിയാവോ എങ്ങനെയാന്ന്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? അറിയാവോ ഒരു എസ് എ ടൈപ്പ് ചോദിച്ചാൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്? നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു എല്ലാവർക്കും. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു 10 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുക. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഡെഫിനിഷൻ എഴുതണം. ഒരു ലിവർ ക്യാൻസറിനെ പറ്റി ചോദിച്ചു, അപ്പൊ ആദ്യം നമ്മൾ എന്താണ്, ലിവർ ക്യാൻസർ എന്താണെന്ന് അതിന് ഡെഫിനിഷൻ കൊടുക്കണം. ഡെഫിനിഷൻ കൊടുത്തതിന് ശേഷം അതിന്റെ കോസസ്, എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്, പിന്നെ സൈൻസ് ആൻഡ് സിംറ്റംസ്, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? നേഴ്സിംഗ് മാനേജ്മെന്റ് എഴുതണം. ഒരു 5 നേഴ്സിംഗ് ഡയഗ്നോസിസ്, പിന്നെ ഒരു കെയർ പ്ലാനും. ഇങ്ങനെയാണ് ഒരു എസ് എ ടൈപ്പിൽ നമ്മൾ എഴുതേണ്ടത്. മനസ്സിലായോ എല്ലാവർക്കും?
ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അത് നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 ആണ്. നഴ്സിംഗ് മാനേജ്മെന്റ് ഓഫ് പേഷ്യൻസ് വിത്ത് ഡിസോർഡേഴ്സ് ഓഫ് ബ്രസ്റ്റ്. എന്താണ് ബ്രസ്റ്റിന് വരുന്ന ഡിസോർഡേഴ്സിനാണ് പറ്റി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. എന്താണ് ഒരു ബ്രസ്റ്റിന്റെ അസസ്മെന്റ്, ഹിസ്റ്ററി, അതിന്റെ ഫിസിക്കൽ എക്സാമിനേഷൻ എങ്ങനെയാണ്, അതിന്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമുക്ക് സെൽഫായിട്ട് എങ്ങനെ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യാം എന്നൊക്കെയാണ് ഈ സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? യെസ് മാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇതൊരു കുഞ്ഞു യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. തേർഡ് ചാപ്റ്റർ, നഴ്സിംഗ് മാനേജ്മെന്റ് ഓഫ് പേഷ്യന്റ് വിത്ത് ഡിസീസസ് ആൻഡ് ഡിസോർഡേഴ്സ് ഓഫ് ഇന്റർഹ്യൂമനറി സിസ്റ്റം. നമ്മുടെ തേർഡ് ചാപ്റ്റർ. ഇന്റർഹ്യൂമനറി സിസ്റ്റം എന്ന് ആർക്കെങ്കിലും അറിയാവോ? അറിയുമോ ആർക്കെങ്കിലും? അത് തന്നെ, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ളത് ആണ് ഇന്റർഹ്യൂമനറി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോക്കുന്നത് നേഴ്സിംഗ് അസസ്മെന്റ്, ഒരു സ്കിൻ ഡിസോർഡർ ഉള്ള പേഷ്യന്റിനെ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്താണ്, നേരത്തെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ചോദിച്ചറിയണം, നമ്മൾ ടെസ്റ്റ് ചെയ്തറിയണം. അത് ഫിസിക്കൽ അസസ്മെന്റ്. അതുപോലെ എത്തിയോളജി, എന്തൊക്കെ കോസസ് കാരണമാണ് ആ ഒരു സ്കിൻ ഡിസോർഡേഴ്സ് ഉണ്ട്. ചിലപ്പോൾ അലർജികൾ, ചില സോപ്പൊക്കെ അലർജി ഉള്ളവർ കാണത്തില്ലേ, അവർക്ക് സോപ്പ് അലർജി കൊണ്ട്, അങ്ങനെ അലർജി വഴി നമുക്ക് സ്കിൻ ഡിസോർഡേഴ്സ് വരാം. അപ്പൊ അതിന്റെ എത്തിയോളജീസും പാത്തോഫിസിയോളജി, ഇതിന്റെ ഒക്കറൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, സൈൻസ് ആൻഡ് സിംറ്റംസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നേഴ്സിംഗ് മാനേജ്മെന്റ് ഓഫ് ഡിസോർഡേഴ്സ് ഓഫ് സ്കിൻ ആൻഡ് ഇറ്റ്സ് അപ്പൻഡേജസ്, ലേഷൻസ്, അബ്രേഷൻസ്, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിക്കും. അത് ഓരോ നമ്മൾ പഠിക്കുന്നതാണ്. ലേഷൻസ് എന്താണ്, അബ്രേഷൻസ് എന്താണെന്നൊക്കെ. അതുപോലെ ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫെസ്റ്റേഷൻ ഓഫ് ഡെർമറ്റൈറ്റിസ് എന്താ, ആർക്കെങ്കിലും അറിയാവോ? അതുപോലെ തന്നെ ഇൻഫ്ലാമറ്ററി ഡെർമറ്റോട്ടിസ്, ഇതൊക്കെയാണ് ഓരോ നമ്മുടെ സ്കിന്നിൽ വരുന്ന ഓരോ അസുഖങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്നത്. നമ്മുടെ എന്തൊക്കെ ടൈപ്സ്, ചിലപ്പോൾ വൈറൽ കൊണ്ടുണ്ടാകാം, ബാക്ടീരിയ വൈറൽസ് മൂലം ഉണ്ടാവും. അങ്ങനെ വരുന്ന ഓരോ ഇൻഫെക്ഷൻസ് സ്കിന്നിൽ ഉണ്ടാവുന്നതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ ആ പേഷ്യൻസിന് കൊടുക്കുന്നത്, എന്തൊക്കെ തെറാപ്പീസ് കൊടുക്കാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്റർ നോക്കുക. അതുപോലെ പ്ലാസ്റ്റിക് സർജറി, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ പ്ലാസ്റ്റിക് സർജറി എന്താണെന്നുള്ളത്? അറിയാവോ ആർക്കെങ്കിലും പ്ലാസ്റ്റിക് സർജറി എന്താണെന്നുള്ളത്? അറിയോ ആർക്കെങ്കിലും? കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. കേൾക്കാവോ? അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറി, അതിന്റെ ടൈപ്സ്, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം, അതൊക്കെ നമ്മൾ ഈ തേർഡ് ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഒപ്താൽമോളജി ആൻഡ് ഒപ്താൽമിക് ഡിസീസ്. എന്താ ഒപ്താൽമോളജി എന്ന് അറിയാമോ എല്ലാവർക്കും? എന്ത് റിലേറ്റഡ് ആണെന്ന് അറിയാമോ? യെസ്, ഐനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഐയുടെ എന്താണ് റിവ്യൂ ഓഫ് അനാറ്റമി ആൻഡ് ഫിസിയോളജി ഓഫ് ഐയുടെ അനാറ്റമി എങ്ങനെയാണ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഐയുടെ അസസ്മെന്റ്, ഫങ്ഷൻസ്, ഇതൊക്കെ നോക്കും. പിന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ, ഹിസ്റ്ററി, അതെങ്ങനെ ഒരു അസുഖം വന്നാൽ എങ്ങനെ അതിനെ ഡയഗ്നോസ്റ്റ് ചെയ്യാം എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ ഒക്കെ അഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻസ് ഏതൊക്കെയാണ്, അത് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കാം, അതിന് എന്തൊക്കെ മാനേജ്മെന്റ് ഉണ്ട്, അതിന്റെ എത്തിയോളജി എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഫോർത്ത് ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?
എല്ലാരും റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് 5th ചാപ്റ്റർ, നേഴ്സിംഗ് മാനേജ്മെന്റ് ഓഫ് പേഷ്യന്റ് വിത്ത് ഡിസോർഡേഴ്സ് ആൻഡ് ഡിസീസസ് ഓഫ് ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. നമ്മുടെ ഇയർ, നോസ്, ത്രോട്ട് ഇതിലൊക്കെ വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, ഡിസോർഡേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഇയറിൽ റിവ്യൂ ഓഫ് അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓഫ് ഇയർ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ആദ്യമേ പഠിച്ചു, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടില്ലേ അനാട്ടമി ആൻഡ് ഫിസിയോളജി ഇയർ? അതിന്റെ ഒരു റിവ്യൂ നമ്മൾ ആദ്യം നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അസസ്മെന്റ് ആണ് ഫങ്ഷൻസ് ഓഫ് ഇയർ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെ അസസ് ചെയ്യാൻ പറ്റും, ഇയർ എക്സാമിനേഷൻ, എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളാണ് നമുക്കൊരു ഇയർ റിലേറ്റഡ് അസുഖം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇയറിനെ എന്താണ് 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്, എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്റേണൽ ഇയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോന്നിലും എക്സ്റ്റേണൽ ഇയറിൽ എന്തൊക്കെ അസുഖങ്ങൾ വരാം, അതുപോലെ തന്നെ മിഡിൽ ഇയർ വരുന്നത്, ഇന്റേണൽ ഇയറിൽ വരുന്ന, അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്താണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ അങ്ങനെ നമ്മൾ അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിന്റെ പാത്തോഫിസിയോളജി എന്താണ്, സയൻസ് സിംറ്റംസ് എന്തൊക്കെയാണ്, അത് നമ്മൾ നോക്കുന്നു. അടുത്തത് നോസ്. നമ്മൾ ഇയറിന്റെ അനാട്ടമി ആൻഡ് ഫിസിയോളജി നോക്കിയപ്പോൾ തന്നെ ഈ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു, നോസിന്റെ അനാട്ടമി ആൻഡ് ഫിസിയോളജി റിവ്യൂ ചെയ്യുന്നുണ്ട്, അസസ്മെന്റും ഫങ്ഷൻസും നോക്കുന്നു, ഹിസ്റ്ററി എടുക്കുന്നു, എക്സാമിനേഷൻ ചെയ്യുന്നു, നമ്മുടെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. അത് തന്നെയാണ് ഇയറിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് അതുപോലൊക്കെ തന്നെ നമ്മൾ നോസിലും പഠിക്കുന്നുണ്ട്. അടുത്ത് നമ്മുടെ ത്രോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അനാട്ടമി ആൻഡ് ഫിസിയോളജി പഠിക്കുന്നുണ്ട്, അസസ്മെന്റ് ആൻഡ് ഫങ്ഷൻസ് നോക്കുന്നു, അതുപോലെ ഹിസ്റ്ററി എടുക്കുന്നു. ഡിസീസ് ആൻഡ് ഡിസോർഡേഴ്സ് ഓഫ് ത്രോട്ട് ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലാമേഷൻ, എന്തൊക്കെ ഡിസോർഡേഴ്സ് ആണ് ത്രോട്ടിൽ വരുന്നത്, എന്തൊക്കെ ഡിസീസ് ആണ് വരുന്നത്, എങ്ങനെ ഉണ്ടാവുന്നു, ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ 6th യൂണിറ്റിലേക്കാണ് പോകുന്നത്, നേഴ്സിംഗ് മാനേജ്മെന്റ് ഓഫ് പേഷ്യന്റ് വിത്ത് കാർഡിയോവാസ്കുലർ, സർക്കുലേറ്ററി ആൻഡ് ഹെമറ്റോളജിക്കൽ ഡിസോർഡേഴ്സ്. എല്ലാവർക്കും അറിയാവോ കാർഡിയോവാസ്കുലർ എന്താണ് എന്ന്? അതെ, ബ്ലഡിനെ കുറിച്ച് ഹാർട്ടിനെ കുറിച്ചും പഠിക്കുന്നതിനെയാണ് കാർഡിയോവാസ്കുലർ, സർക്കുലേറ്ററി ആൻഡ് ഹെമറ്റോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതിൽ നോക്കുന്നത് അനാട്ടമി, ഫിസിയോളജി ഓഫ് ഹാർട്ട്, പിന്നെ അതിന്റെ സർക്കുലേറ്ററി സിസ്റ്റം, ഇതൊക്കെയാണ് പഠിക്കുന്നത്. പിന്നെ അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസീസ്, പിന്നെ അതിന്റെ മാനേജ്മെന്റ്, അതിന്റെ പ്രിവെൻഷൻ, അതിന്റെ കോംപ്ലിക്കേഷൻസ്, ഒരു നഴ്സിംഗ് കെയർ എങ്ങനെ കൊടുക്കാം ആ അഫക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ഇനി ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? No, ma'am. ക്ലിയർ അല്ലേ? Yes, ma'am. Okay. അടുത്ത നമ്മുടെ 7th ചാപ്റ്റർ, നേഴ്സിംഗ് മാനേജ്മെന്റ് ഓഫ് പേഷ്യന്റ് വിത്ത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ആർക്കെങ്കിലും അറിയാം കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താന്നുള്ളത്? പകർച്ചവ്യാധി. അതിനൊരു എക്സാമ്പിൾ പറയാവോ? ആർക്കെങ്കിലും ഒരു എക്സാമ്പിൾ പറയാവോ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിനുള്ളത്? Malaria. അത് തന്നെ, അതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ അസസ്മെന്റ്, എന്തൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരുന്നത് നമ്മൾ അസസ് ചെയ്യുന്നു, ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ. നമ്മൾ MSN നമ്മൾ MSN 1 2 നമ്മൾ കൂടുതലും പഠിക്കുന്നത് എന്താണ്, ഒരു ഹിസ്റ്ററി എടുക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെയൊക്കെ ഫിസിക്കൽ എക്സാമിനേഷൻ നമുക്ക് കൊടുക്കാം, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും പഠിക്കുന്നത്. അങ്ങനെ ഓരോ അസുഖത്തിന് നമ്മൾ എടുക്കുന്ന എന്തൊക്കെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, നമ്മൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തത്തില്ലേ, നമ്മൾ ചിലപ്പോൾ ലാബ് റിപ്പോർട്ട്സ് എടുക്കും, അതുപോലത്തെ എക്സ്റേ, അതുപോലെയുള്ള ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻസ് എന്ന് പറയുന്നത്. റിവ്യൂ ഓഫ് ഇൻഫെക്ഷൻ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഇറ്റ്സ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. ഒരു ഇൻഫെക്ഷന്റെ റിവ്യൂ, അതായത് ആ അസുഖം നമ്മൾ അത് ഡിറ്റക്ട് ചെയ്യും നമ്മൾ എന്താണെന്ന്. പിന്നീട് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഇതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം, എങ്ങനെ അസുഖം വരാതിരിക്കാൻ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ നോക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വൈറസ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്, ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ വെക്ടർ ബോൺ ഡിസീസസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. വൈറസ് മൂലം എന്തൊക്കെ, മീസൽസ്, ചിക്കൻ പോക്സ്, ഇതൊക്കെ എന്താണ് വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. അടുത്തത് ബാക്ടീരിയ മൂലം ഡിഫ്തേരിയ, ടൈഫോയിഡ്, ഗ്യാസ്ട്രോ എൻറ്ററൈറ്റിസ്, കോളറ, ഇതൊക്കെ എന്താണ് ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നത്. വെക്ടർ ബോൺ എന്ന് പറയുമ്പോൾ മലേറിയ, യെല്ലോ ഫീവർ, ഇതൊക്കെ എന്താണ് വെക്ടർ ബോൺ ആണ്. അങ്ങനെ നമ്മൾ ഓരോ വൈറസ് മൂലം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുവാണ് നമ്മൾ, അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇതിന്റെ ഒക്കറൻസ് എന്താണ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ്, ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്, എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, മാനേജ്മെന്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു
ഈ ചാപ്റ്ററിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു അസുഖത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ഡ്രഗ്സ് കൊടുക്കുന്നു, എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് കൊടുക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് നോക്കാം. അടുത്ത ചാപ്റ്റർ എന്ന് പറയുമ്പോൾ 8th ചാപ്റ്റർ, നഴ്സിംഗ് മാനേജ്മെന്റ് ഓഫ് പേഷ്യന്റ് വിത്ത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ഒരു സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്തൊക്കെയാണെന്നാണ്, അത് നമുക്ക് എങ്ങനെയാണ് ആ ഒരു നഴ്സിംഗ് മാനേജ്മെന്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അറിയോ ആർക്കെങ്കിലും എന്താണെന്നുള്ളത്? HIV, അതൊക്കെയാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് പറയുന്നത്. അതിന്റെ ഹിസ്റ്ററി എടുക്കുന്നു, ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ ചെയ്യുന്നു, അതുപോലെ തന്നെ സെക്സ് ഹൈജീന്, സെക്സ് ഹെൽത്ത് എന്താണെന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും പഠിക്കുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് STIs ആയിട്ടുള്ളത്, എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നത്, ആ ഒരു അസുഖത്തെ എങ്ങനെയാണ് അതിന്റെ ട്രാൻസ്മിഷൻ ഒക്കറൻസ് ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നു. എല്ലാവർക്കും കോമൺലി അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ കൂടുതൽ പഠിക്കുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ 9th യൂണിറ്റ് ആണ് നഴ്സിംഗ് മാനേജ്മെന്റ് ഓഫ് പേഷ്യന്റ് വിത്ത് മസ്കുലോസ്കെലിറ്റൽ ഡിസോർഡർ ആൻഡ് ഡിസീസ്. ഈ മസ്കുലോസ്കെലിറ്റൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമോ? യെസ്. ഫസ്റ്റ് അതിന് നമ്മുടെ അനാട്ടമി പഠിക്കുന്നുണ്ട്, പിന്നെ അതിന്റെ ഫിസിയോളജി പഠിക്കുന്നുണ്ട്, പിന്നെ അതിന്റെ അസസ്മെന്റ് പഠിക്കുന്നുണ്ട്, അതിന്റെ ഹിസ്റ്ററി, അതിന്റെ ഫിസിക്കൽ എക്സാമിനേഷൻ, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, അതിനെ അഫക്ട് ചെയ്തിട്ടുള്ള ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫ്ലമേഷൻസ്, അതിന്റെ ഡിസീസ്, പിന്നെ അതിൽ ട്യൂമേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ എങ്ങനെ അസസ് ചെയ്യും, അതിന്റെ എത്തിയോളജി എന്താണ്, അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, ആ പേഷ്യൻസിന് എങ്ങനെ ഒരു നഴ്സിംഗ് കെയർ കൊടുക്കാം എന്നൊക്കെയാണ് ഇതിൽ നമ്മൾ നോക്കുന്നത്. പിന്നെ അതിന്റെ മെഡിക്കേഷൻസ് എന്താണ് എന്നൊക്കെയാണ് നോക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മാം, ഇത് ഓരോ ചാപ്റ്ററിലും അതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു തരാമോ? അത് ലാസ്റ്റ് പറഞ്ഞുതരാം. ഈ യൂണിറ്റിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? യൂണിറ്റില് ഡൗട്ട്സ് ഒന്നുമില്ല. അതാ ഓരോ യൂണിറ്റിലും വരുന്ന കണ്ടന്റ് ടോപ്പിക്കുകളല്ലേ പറഞ്ഞത്. അത് നമുക്ക് ഡീറ്റെയിൽ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലാണ് അത് നമുക്ക് അറിയാനുള്ളത്. അതല്ലാതെ ഓരോന്നും ഇന്ന ഡിസീസാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. പക്ഷെ അതിന്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ നിങ്ങൾ അറിഞ്ഞാലല്ലേ നമുക്ക് എഴുതി വെക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽ നോട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് നഴ്സിംഗ് ഗുരു ആപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിന്റെ ഡീറ്റെയിൽ നോട്ട്സ് നിങ്ങൾക്ക് നഴ്സിംഗ് ഗുരു ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഈ നഴ്സിംഗ് ഗുരുവിനകത്തുള്ളത് വായിച്ച് ഞങ്ങൾക്ക് ഈ സയൻസുമായി ബന്ധമില്ലാത്ത ആളുകൾക്ക് അതിന്റെ അകത്തെ കാര്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവില്ലാത്തതുകൊണ്ടാണ് ക്ലാസ്. കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരല്ലേ? അതെ, ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് എല്ലാം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സെക്കൻഡ് ഇയറിൽ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നഴ്സിംഗുമായി ജോലി ചെയ്യാത്ത ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലല്ലോ. അപ്പൊ അതിന്റെ അകത്ത് എന്താന്നുള്ളത് ആ വാക്കുകളും കാര്യങ്ങളും പറഞ്ഞാലാണ് മനസ്സിലാവുള്ളൂ. അതായത് ഹെഡിങ്ങും ടോപ്പിക്കും ഒക്കെ ഞങ്ങൾക്ക് വായിക്കാൻ അറിയാം, അത് മനസ്സിലാവും. പക്ഷെ അതിന്റെ വിശദീകരണം ഞങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കിട്ടണം, എന്നാലാണ് ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് സിലബസ് റിവ്യൂ ആണ്. നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താണെന്ന് സിലബസ് എന്താണ്, അതിലെ ടോപ്പിക്സ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അടുത്ത നമ്മുടെ 10th ചാപ്റ്റർ, എമർജൻസി മാനേജ്മെന്റ്. ഒരു എമർജൻസി സിറ്റുവേഷൻസ് വന്നാൽ നമ്മൾ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ചോദിക്കും, ഒബ്ജക്റ്റീവ് ടൈപ്പ്, അതുപോലെ തന്നെ essay ആയിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കും.
ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? സ്കോപ്പ് ആൻഡ് പ്രാക്ടീസ് ഓഫ് എമർജൻസി നഴ്സിംഗ്. ഒരു എമർജൻസി നഴ്സിംഗിലുള്ള എന്തൊക്കെ സ്കോപ്പ് ആണ്, അതിൽ എന്ത് പ്രാക്ടീസ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അടുത്തത് മെഡിക്കൽ സർജിക്കൽ എമർജൻസീസ്. മെഡിക്കലിയും സർജിക്കലിയും വരുന്ന എമർജൻസി കേസസ് എന്തൊക്കെയാണെന്ന് പഠിക്കുന്നു. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് എമർജൻസി കെയർ. ഒരു എമർജൻസി കെയറിന്റെ പ്രിൻസിപ്പിൾസ് എന്താ? ഇതൊക്കെ നിങ്ങൾ ഒരു ഷോർട്ടസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഇതൊക്കെ എന്താണ് ഈ പ്രിൻസിപ്പിൾസ് ഒക്കെ നിങ്ങൾ എല്ലാ ചാപ്റ്ററിലും കാണും ഇതുപോലെ പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറയുമ്പോൾ. അത് നിങ്ങൾ കൂടുതൽ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം ഈ പറയുന്ന ക്വസ്റ്റ്യൻസ്. അതുപോലെ മെഡിക്കലി സർജിക്കലി എന്തൊക്കെ എമർജൻസീസ് ആണ് വരുന്നതെന്നുള്ള നമ്മൾ ഓരോ കണ്ടീഷൻസ് പഠിക്കുന്നുണ്ട്. എയർവേ ഒബ്സ്ട്രക്ഷൻസ്, ഒരു എയർവേ ബ്ലോക്കേജ് വരത്തില്ലേ, അതൊക്കെ പഠിക്കുന്നു. ഹെമറേജ്, ഷോക്ക്. ഈ ഹെമറേജ് ഷോക്കൊക്കെ നിങ്ങൾക്ക് എസ് ആയിട്ട് കൂടുതലും ചോദിക്കും. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഹെമറേജ്, ഷോക്ക് നിങ്ങൾക്ക് 10 മാർക്കിന് ചോദിക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഷോർട്ട് ആൻസർ 2 മാർക്കിന് ഷോർട്ട് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കും. ഷോക്ക് എന്താന്ന് ആർക്കെങ്കിലും അറിയാവോ? അറിയുമോ ആർക്കെങ്കിലും ഷോക്ക് എന്താന്നുള്ളത്? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യണം. അറിയാവോ? അറിയുന്ന ആരെങ്കിലും ഒന്ന് പറയൂ എന്താണെന്നുള്ളത്. ആർക്കും അറിയില്ല. ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എമർജൻസി, നമ്മൾ ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ് ഷോക്ക് എന്ന് പറയുന്നത്. ഇതൊരു എമർജൻസി കണ്ടീഷനും കൂടിയാണ് ഷോക്ക്. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ പോയിസണിങ്, ആ ഒരു പോയിസണായിട്ട് വന്ന ഒരു കേസ് വന്നാൽ നമ്മൾ എങ്ങനെയാണ് അത് ഒരു എമർജൻസി കെയർ അവിടെ കൊടുക്കേണ്ടത്. ഫുഡ് പോയിസൺ എന്താണ്, ഇൻജെക്റ്റഡ് പോയിസൺസ് എന്താണ്, സ്റ്റിന്നിങ് ഇൻസെക്ട്സ്, സ്നേക്ക് ബൈറ്റ്സ്, കെമിക്കൽ ബേൺസ്. ഈ സ്നേക്ക് ബൈറ്റ്സ് ഒക്കെ നിങ്ങൾ പ്രത്യേകം പഠിക്കണം കേട്ടോ. ചിലപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഇയറിലൊക്കെ നമുക്ക് സ്കൂളിലും ഫസ്റ്റ് ഇയർ കിട്ടാത്തവരുണ്ടല്ലോ, അവർക്ക് ഫസ്റ്റ് ഇയറിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്നേക്ക് ബൈറ്റ് ഒക്കെ. ഫസ്റ്റ് ഇയറിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് സ്നേക്ക് ബൈറ്റ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ എമർജൻസീസ് എന്തൊക്കെയാണ്, ഹീറ്റ് സ്ട്രോക്ക്, ഫ്രോസ്റ്റ് ബൈറ്റ്, ഇതൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ കൂടുതലും വരുന്നത്. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ഇതിൽ നോക്കുന്നത് ഒരു എമർജൻസി കണ്ടീഷൻ ആയിട്ട് വരുന്ന പേഷ്യന്റിന് നമ്മൾ എങ്ങനെയാണ് കെയർ, ഒരു ഇമ്മീഡിയറ്റ് കെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? ക്ലാസ്സിന്റെ ലാസ്റ്റ് ഞങ്ങൾ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അന്നേരം ക്ലിയർ ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും ആർക്കും ഡൗട്ട് ഉണ്ടോ ഈ ഒരു ചാപ്റ്ററിൽ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ, എന്നാലേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. സോ ലാസ്റ്റ് ചാപ്റ്റർ 11th ചാപ്റ്റർ എമർജൻസി ആൻഡ് ഡിസാസ്റ്റർ നഴ്സിംഗ്. ഈ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താന്ന് എല്ലാവർക്കും അറിയാമോ? അറിയാമോ ഡിസാസ്റ്റർ എന്താന്ന്? നാച്ചുറൽ കലാമിറ്റീസ്. കേട്ടില്ല. നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ. യെസ്, അത് എന്തൊക്കെയാ? ഫ്ലഡ് ആവാം, ഡ്രഫ്റ്റ് ആവാം, എർത്ത് ആവാം. അത് എങ്ങനെയാണ് അത് വരുന്നത്, അതിന്റെ മാനേജ്മെന്റ് എന്താണ്, അതിന് എന്തൊക്കെ പ്രിക്കോഷൻസ് ചെയ്യാം, പിന്നെ അത് അഫക്റ്റ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ പേഷ്യൻസിനെ എങ്ങനെ കെയർ ചെയ്യാം എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. മനസ്സിലായോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? സോ ഞാൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഒരു സെക്ഷൻ ആണ് ഇനി ഒരു 10 മിനിറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്യാം. നമ്മളിത് ഡീറ്റെയിൽ നോട്ട് അല്ല നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ, അത് നമുക്ക് വേറെ ക്ലാസ്സുകളും ഉണ്ട്. അതുപോലെ നമ്മുടെ നേഴ്സിംഗ് ഒരു ആപ്പിൽ നിങ്ങൾക്ക് നോട്ട്സ് ഞങ്ങൾ തരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു സിലബസ് റിവ്യൂ, നിങ്ങൾക്ക് ഒരു സിലബസ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുക. എന്തൊക്കെയാണ് ടോപ്പിക്സ് വരുന്നത്, ഒരു ചാപ്റ്റർ എന്തൊക്കെ ടോപ്പിക്സ് വരും, എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്, ഇതൊക്കെ ജസ്റ്റ് ഒരു റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുവാണ് നമ്മളിപ്പോൾ ചെയ്തത്. അതൊക്കെ ഡീറ്റെയിൽഡ് നോട്ട് അല്ല ഇത്. ഈ സിലബസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട്സ് ഉള്ളവർക്ക് ഇപ്പൊ ക്ലിയർ ചെയ്യാം കേട്ടോ.
നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ, എന്നാലും നമുക്ക് ക്ലാസ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞതെല്ലാം മനസ്സിലായി മിസ്സേ. മനസ്സിലായി. നമുക്ക് ഡീറ്റെയിൽ നോട്ട് നമ്മൾ തരും നിങ്ങൾക്ക്. ഓക്കെ മിസ്. ഈ എടുത്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല മിസ്സേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് നഴ്സിംഗ് ഗുരു ആപ്പിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇനിയും കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അത് പറയട്ടെ? ഓക്കെ മിസ്സേ. നിങ്ങൾക്ക് ഒരു 1 വേർഡ് ആയിട്ട് ചോദിക്കുന്നത് ഫോട്ടോഫോബിയ എന്താന്ന് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോട്ടോഫോബിയ, അതുപോലെ തന്നെ അലോപേഷ്യ, പോഡ് സ്പൈൻ, ഓങ്കോളജി നേഴ്സിംഗ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓങ്കോളജി നേഴ്സിംഗ് അതിന്റെ ഡെഫിനേഷൻ ആണ് നമ്മൾ ചോദിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ഡെങ്കു ഈസ് കോസ്ഡ് ബൈ, ഡെങ്കു എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇൻക്രീസ് ഡിസ്ചാർജ് ഫ്രം ഇയർ ഈസ് കോൾഡ്, ആ ഇയറിൽ നിന്ന് ഒരു ഡിസ്ചാർജ് ഇല്ലേ, അത് ഇൻക്രീസ് ആവുന്നത് അതിന് നമ്മൾ എന്താണ് പറയുന്നത്? നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ ക്വസ്റ്റ്യൻസ്? കുറച്ച് സ്ലോ ആയിട്ട് പറയോ, വിട്ടു പോകുന്നുണ്ട്. ഫസ്റ്റ് നമ്മുടെ 1 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞു ഫോട്ടോഫോബിയ. അലോപേഷ്യ, ഓങ്കോളജി നേഴ്സിംഗ്. അടുത്ത ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വരുന്നത് ഡെങ്കു ഈസ് കോസ്ഡ് ബൈ. ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ് ഇനി പറയുന്നത്. ഇതൊക്കെ 1 മാർക്ക് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കത്തുള്ളൂ. ഇൻക്രീസ് ഡിസ്ചാർജ് ഫ്രം ഇയർ ഈസ് കോൾഡ്. അടുത്ത തേർഡ് വൺ പ്രസൻസ് ഓഫ് ആൽബുമിൻ ഇൻ ദ യൂറിൻ ഈസ് നോൺ ആസ്. നമ്മുടെ യൂറിനുള്ള ആൽബുമിനെ, അത് പ്രസന്റ് ആയിരുന്ന ആൽബുമിൻ ഇല്ലേ, അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? സർജിക്കൽ റിമൂവൽ ഓഫ് കിഡ്നി ഈസ് ടേംഡ് ആസ്. കിഡ്നി റിമൂവലിന്റെ സർജിക്കൽ നെയിം എന്താണ്? ഇതൊക്കെ ഈ 4 എണ്ണം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. നോട്ട് ചെയ്തോ നിങ്ങള്? ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും വേണം? യൂണിറ്റ് ബേസ്, നിങ്ങൾക്ക് യൂണിറ്റ് ബേസ് ഇപ്പം നമ്മൾ കോമൺലി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു, നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞു തരുന്നത്. യൂണിറ്റ് ബേസ് ആയിട്ട് നമ്മൾ ക്ലാസ് തരുന്നുണ്ട്. ആ ടൈമിൽ നമ്മൾ ആ ക്ലാസിന്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ സിലബസിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് എന്നാണ് പറഞ്ഞു തരും നിങ്ങൾക്ക്. അടുത്ത ഷോർട്ട് നോട്ട് ആയിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് പറഞ്ഞുതരാം. അതില് ഫസ്റ്റ് വൺ ആന്റി ഹൈപ്പർ ടെൻസീവ് ഡ്രഗ്സ്. ഇത് ഷോർട്ട് നോട്ട്സ് ആയിട്ട് ചോദിക്കാം, 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. ഫസ്റ്റ് വൺ ആന്റി ഹൈപ്പർ ടെൻസീവ് ഡ്രഗ്സ്, സെക്കൻഡ് വൺ ഡിഫ്തേരിയ, തേർഡ് വൺ ഫ്രോസ്റ്റ് ബൈറ്റ്, ഫോർത്ത് വൺ ഡിസാസ്റ്റർ സൈക്കിൾ, ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് റാബിസ് മാനേജ്മെന്റ്. ഈ 5 എണ്ണമാണ് ഷോർട്ട് നോട്ട് ആയിട്ട് ഒരു കോമൺ. ഇത് തന്നെ കറക്റ്റ് വരുമെന്നല്ല, നിങ്ങൾക്ക് ഒരു സിലബസിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തരുക. നമ്മൾ യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മുടെ നേഴ്സിംഗ് ഗുരു ആപ്പിൽ അവൈലബിൾ ആണ്, യൂണിറ്റ് വൈസ് ആക്കി വരുന്നത്. നെക്സ്റ്റ് ആൻസർ ദ ഫോളോയിങ്സ് ആണ്. ഇതിൽ ഫസ്റ്റ് ടോൺസിലൈറ്റിസിനെ ഡിഫൈൻ ചെയ്യാനായിട്ടാണ്. പിന്നെ എക്സ്പ്ലെയിൻ ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ടോൺസിലൈറ്റിസ്. ഈ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്.
നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ സർജിക്കൽ ആൻഡ് നഴ്സിംഗ് മാനേജ്മെന്റ് ഓഫ് ടോൺസിലൈറ്റിസ്. എന്താണ് ഒരു സർജറി കഴിഞ്ഞ സർജറിയുടെ ആ ഒരു നഴ്സിന്റെ എന്താണ് മാനേജ്മെന്റ് എന്താണെന്നും പിന്നെ അതുപോലെ തന്നെ ടോൺസിലൈറ്റിസിൽ നഴ്സിംഗിന് എന്തൊക്കെ കെയർ ആ പേഷ്യൻസിന് കൊടുക്കാമെന്നൊക്കെ ഉള്ളതാണ് അടുത്തത്. നെക്സ്റ്റ് ഡിഫൈൻ ആംബ്യൂട്ടേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ദ സർജിക്കൽ ആൻഡ് നഴ്സിംഗ് മാനേജ്മെന്റ് ഓഫ് ആംബ്യൂട്ട് പേഷ്യൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ട്രൂ ഓർ ഫോൾസ് ആണ്. അതിൽ ഫസ്റ്റ് എംസെറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിവെന്റ് വോമിറ്റിംഗ്. സെക്കൻഡ് വൺ വെസ്റ്റേൺ ബ്ലോട്ട്സ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡയഗ്നോസ് ടൈഫോയിഡ്. തേർഡ് വൺ ഡിഫ്തീരിയ ഈസ് കോസ്ഡ് ബൈ ഇക്കോളൈ. ആൻഡ് ലാസ്റ്റ് വൺ ചിക്കൻ ബോക്സ് ഈസ് കോസ്ഡ് ബൈ പാരാമയോക്സ് വൈറസ്. ലാസ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് ആണ്. ഫസ്റ്റ് തലസീമിയ, സെക്കൻഡ് മാസ്റ്റൈറ്റിസ്, തേർഡ് കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ ആൻഡ് ലാസ്റ്റ് വൺ നഴ്സിംഗ് മാനേജ്മെന്റ് ഓഫ് സോറിയാസിസ്. ഇതൊക്കെയാണ് എന്ത് ഷോർട്ട് നോട്ട് ആയിട്ട് നിങ്ങൾക്ക് കൂടുതലും ചോദിക്കുന്നത്. അടുത്തത് ആൻസർ ദ ഫോളോയിങ് ആണ്. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് അരിത്മിയ ഡിഫൈൻ ചെയ്യാനും പിന്നെ അതിന്റെ കോസസും ആണ്. നെക്സ്റ്റ് പിന്നെ അതിന്റെ മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് മാനേജ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഡിഫൈൻ കീമോതെറാപ്പി, പിന്നെ എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കീമോതെറാപ്പി ഡ്രഗ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. ഓൾറെഡി നിങ്ങൾ എഴുതിയ പിള്ളേരാണല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ തരാമല്ലോ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നഴ്സിംഗ് ഗുരു ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല മാം. എല്ലാം ക്ലിയർ അല്ലേ? യെസ് മാം. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടുപോയത് നിങ്ങൾക്ക് വേണോ? ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും മനസ്സിലാവാതിരുന്നിട്ടുണ്ടോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വിട്ടുപോയിട്ടുണ്ടോ? നമ്മുടെ സെക്കൻഡ് ഇയറിൽ ഒരു സിമ്പിൾ സബ്ജക്റ്റ് തന്നെയാണ് MSN എന്ന് പറയുന്നത്. പഠിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് സിമ്പിൾ സബ്ജക്റ്റ് ആണ് MSN എന്ന് പറയുന്നത്. ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ക്യാച്ച് ചെയ്യാനും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ MSN എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കുന്ന ഒരു essay ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ആദ്യം അതിന്റെ ഡെഫിനിഷൻ എന്താണ്, നിങ്ങൾ ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് ഡിസീസ് കണ്ടീഷൻസ് പഠിക്കാൻ ശ്രമിക്കണം. മനസ്സിലായോ? ആദ്യം ഡെഫിനിഷന്, പിന്നെ കോസസ്, സൈൻസ് ആൻഡ് സിംറ്റംസ്, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, മാനേജ്മെന്റ്, ഡയഗ്നോസിസ്, കെയർ പ്ലാൻ. ഇതാണ് നമ്മുടെ ഒരു essay ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഫോർമാറ്റ് ആ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കാനും എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു യൂണിറ്റിൽ വരുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണെന്നുള്ളതും പഠിക്കണം കേട്ടോ. എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമെന്നുള്ളതും. നിങ്ങളിപ്പോ നഴ്സിംഗ് ഗുരു ആപ്പ് ചെക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ നമുക്ക് യൂണിറ്റ് ബേസ് ആയിട്ട് നമുക്ക് എന്ത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അത് വെച്ചും ആ ഒരു എക്സാം ടൈമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾ കൂടുതലും പ്രിപ്പയർ ചെയ്യുക. മനസ്സിലായോ എല്ലാവർക്കും? യെസ് മാം. ക്ലിയർ ആയോ പറഞ്ഞതെല്ലാം? സിലബസിന്റെ റിവ്യൂ എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളോട് ചോദിക്കാം കേട്ടോ. ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും?
നമുക്ക് സമയമുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ്, നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ഈ യൂണിറ്റ് ബേസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ? നമ്മുടെ യൂണിറ്റ് ബേസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കാൻ എടുക്കുക, ആ പഠിക്കാൻ എടുക്കുന്ന ടൈമിൽ എന്താണ് ആ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്ന എന്തൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണോ ആ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്നത്, അതായിരിക്കും യൂണിറ്റ് ബേസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യണം, അതിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും കൂടെ നോക്കി നോക്കി പഠിക്കുക. മനസ്സിലായോ എല്ലാവർക്കും? മിസ്സേ, നേഴ്സിംഗ് ഗുരുവില് യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഇല്ലല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് അതിലുണ്ടല്ലോ. ക്വസ്റ്റ്യൻ ബാങ്ക് ഓരോ വർഷത്തെ ഓരോ ഇയറിലെയും ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ? നമ്മൾ പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. ഞങ്ങൾ ഓൾറെഡി ഓരോ ചാപ്റ്റർ വൈസ് ക്ലാസ്സും നോട്ട്സും പ്രൊവൈഡ് ചെയ്യും. ആ ടൈമിൽ നമ്മൾ ആ ക്ലാസ്സിന്റെ ലാസ്റ്റ് ആ PPT ലാസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടി തുടങ്ങിയിട്ട് കിട്ടുന്ന ടൈമിൽ മനസ്സിലാവും. കേട്ടോ? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല മിസ്സേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിൽ നിന്നും കൂടെ പറഞ്ഞു തരാം. ആർക്കെങ്കിലും വേണോ അങ്ങനെ? എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം. ഇതിൽ ഫസ്റ്റ് നമ്മുടെ എന്ന് പറയുന്നത് ഓങ്കോളജി നേഴ്സിംഗ്, ക്യാൻസറിനെ പറ്റി പറയുന്നത്. നിങ്ങൾ ഇതിന് പഠിക്കുന്ന ടൈമിൽ വാർണിംഗ് സൈൻസ് ഓഫ് ക്യാൻസർ, ഇത് നിങ്ങൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ചാപ്റ്ററിൽ ചോദിക്കുന്നത്. വാർണിംഗ് സൈൻസ് ഓഫ് ക്യാൻസർ സിലബസും കൂടെ വരാം. നിങ്ങൾ നോട്ട് ചെയ്തോണം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വാർണിംഗ് സൈൻസ് ഓഫ് ക്യാൻസർ, അതുപോലെ തന്നെ ക്യാൻസറിന്റെ കുറച്ച് ടൈപ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം ഓൾമോസ്റ്റ് വാർണിംഗ് സൈൻസ് ഓഫ് ക്യാൻസർ എന്ന് പറയുമ്പോൾ എല്ലാ ക്യാൻസറിനും അതോ സെപ്പറേറ്റ് ഓരോ ക്യാൻസറിന്റെയും സെപ്പറേറ്റ് ചോദിക്കുമോ? ഓരോ സെപ്പറേറ്റ് അല്ല, അതൊരു കോമൺ കോഷൻ എന്നാണ് അതിന്റെ ഒരു കോമൺ ആയിട്ട് വരുന്നതാണ് വാർണിംഗ് സൈൻസ്. എല്ലാ ക്യാൻസറിനും ഈ വാർണിംഗ് സൈൻസ് സെയിം ആയിരിക്കും കേട്ടോ, സെപ്പറേറ്റ് ആയിട്ടില്ല. അതുപോലെ തന്നെ ക്യാൻസറിൽ നിങ്ങൾ കുറച്ച് ക്യാൻസർ നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം ഓൾമോസ്റ്റ് ആയിട്ട് പിന്നെ സ്റ്റേജസ് ഒക്കെ ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ ക്യാൻസറിനും സെയിം ആയിരിക്കും. പിന്നെ നിങ്ങൾ ഡെഫിനിഷൻ മാത്രം സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക. എല്ലാ ക്യാൻസറിന്റെയും ഡെഫിനിഷൻ നിങ്ങൾ മെയിൻലി പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ എല്ലാ ക്യാൻസറിന്റെയും നേഴ്സിംഗ് മാനേജ്മെന്റും അതുപോലെ തന്നെ ഡയഗ്നോസിസും അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മനസ്സിലായോ നിങ്ങൾക്ക്? ഫസ്റ്റ് ചാപ്റ്റർ എന്തൊക്കെയാണ്? വാർണിംഗ് സൈൻസ് ഓഫ് ക്യാൻസർ എന്താണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ എല്ലാ ക്യാൻസറിന്റെയും ഡെഫിനിഷൻസ്, ഓൾമോസ്റ്റ് അതിനും എന്താണ് സൈൻസ് സിംറ്റംസും അങ്ങനെ പ്രോസസ് ഒക്കെയാണ് സെയിം ആയിട്ട് ചോദിക്കുന്നത്. പക്ഷെ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ മാനേജ്മെന്റ്, നേഴ്സിംഗ് മാനേജ്മെന്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നേഴ്സിംഗ് മാനേജ്മെന്റ്. അതുപോലെ ഡയഗ്നോസിസും അത് എല്ലാ ക്യാൻസറിന്റെയും സെപ്പറേറ്റ് തന്നെ പഠിക്കുക. മനസ്സിലായോ? അതുപോലെ തന്നെ 2 മാർക്കിന് ഹോസ്പൈസ് കെയർ എന്താണെന്ന് പഠിക്കുക.
അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ ഡ്രഗ്സ് മെയിൻലി നമ്മൾ പഠിക്കുക. ഡ്രഗ്സും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റും എന്താണ്. കീമോതെറാപ്പി ഒക്കെ നമ്മൾ കോമൺലി കേട്ടിട്ടുള്ളതാണ്. കീമോതെറാപ്പി എന്താണ്, ഇമ്മ്യൂണോതെറാപ്പി, റേഡിയോതെറാപ്പി കോമൺലി നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നോട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഇതൊക്കെ? ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ട്. ആ നെക്സ്റ്റ് ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്താന്ന് ചോദിക്കും, അതിന്റെ പ്രൊസീജിയർ ചോദിക്കും. ഓക്കെ, പിന്നെ ഈ ട്യൂമേഴ്സ് അത് 2 മാർക്കിന് ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. മെയിൻലി ഈ ചാപ്റ്ററിൽ ചോദിക്കുന്നത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷനും അതിന്റെ ഡയഗ്നോസ്റ്റിക്കും പിന്നെ അതിന്റെ പ്രൊസീജിയറും ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ മാം. അടുത്തത് നമ്മുടെ തേർഡ് ചാപ്റ്റർ ആണ്. തേർഡ് ചാപ്റ്റർ എന്താ നമ്മൾ പഠിച്ചത്? ഇന്റർഗ്യുമെന്ററി സിസ്റ്റം അല്ലേ? സ്കിന്നിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ തേർഡ് ചാപ്റ്റർ ഏതാണ്? ഇന്റർഗ്യുമെന്ററി സിസ്റ്റം. നമ്മൾ സ്കിന്നിനെ പറ്റി പഠിക്കുന്നത്. ഇതിൽ നമുക്ക് എസ്എ ടൈപ്പ് ചോദിക്കാം, അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ആയിട്ട് മെയിൻലി ചോദിക്കുന്ന ആക്നെ വൾഗാരിസ് എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മൾ എല്ലാത്തിനും ഡെഫിനേഷൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. നമ്മൾ ഡിസീസ് കണ്ടീഷൻസ് ചോദിക്കത്തില്ലേ, അതെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക നിങ്ങൾ കേട്ടോ. അതിന്റെ ഡെഫിനേഷൻസ് കൂടുതൽ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാൻ ഡെഫിനേഷൻസ് ആയിരിക്കും ഷോർട്ട് ആൻസർ ആയിട്ട് മെയിൻലി നിങ്ങൾക്ക് ചോദിക്കുന്നത്. അതുപോലെ അതിന്റെ കോസസും കൂടെ നിങ്ങൾ അതിന്റെ കൂടെ നോക്കി വെക്കുക. പിന്നെ ബേൺസ് നിങ്ങൾക്ക് ഒരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ബേൺസ് എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ബേൺസ് നിങ്ങൾ അത് നോട്ട് ചെയ്യുക. ബേൺസ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ഒരു എസ്എ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ബേൺസ് എന്ന് പറയുന്ന ടൈപ്സ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതൊരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസും ആൻസറും ഒക്കെ നമ്മൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ PPT ആയിട്ട് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മൾ സ്ലൈഡ് നമ്മൾ ഷെയർ ചെയ്യും. നമുക്ക് വീഡിയോ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈമിൽ ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ആൻസറും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവധി നോക്കി പഠിക്കാം. കേൾക്കുന്നില്ല, ഒന്നുകൂടെ പറയുവോ? നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉറക്കെ ചോദിക്കണം കേട്ടോ, ക്ലിയർ ആയിട്ട്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ സ്കിന്നിൽ വരുന്ന ഡിസോർഡേഴ്സും അതുപോലെ തന്നെ കോസസും ഡെഫിനിഷൻ ജസ്റ്റ് പഠിക്കുക. അതുപോലെ തന്നെ ബേൺസ് നിങ്ങൾ നോക്കുക. 10 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ബേൺസ് നിങ്ങൾ നോക്കുക. മനസ്സിലായോ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന്? ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്താ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്താ ഒന്നുകൂടെ ചോദിക്കൂ, അല്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുവോ? ക്വസ്റ്റ്യൻസ് ക്ലിയർ അല്ല, അതുകൊണ്ടേ ചോദിക്കുന്ന. ഒന്നും കൂടെ നിങ്ങൾ ഒന്നുകിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് പറയുക. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. ഒപ്താൽമോളജി ആൻഡ് ഒപ്താൽമിക് നഴ്സിംഗ് എന്താണ്? ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കില്ല. ഈ കൺജന്റിവൈറ്റിസ് ചോദിക്കുന്നു നിങ്ങൾക്ക് 2 മാർക്കിന്. പിന്നെ കാറ്ററാക്ട് ചോദിക്കും, റെറ്റിനോപ്പതി, അതുപോലെ തന്നെ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ്, ഇതൊക്കെ ഷോർട്ട് നോട്ട് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കും. പിന്നെ ഐ ബാങ്കിങ് ഇൻ ഇന്ത്യ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഐ ഇമിഗ്രേഷൻ ചോദിക്കാം. പിന്നെ ഐ ഡ്രസ്സിങ് ആൻഡ് ബാൻഡേജ്, ഇതൊക്കെ ആയിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?
സോ നെക്സ്റ്റ് ചാപ്റ്റർ. അടുത്ത 5ാമത്തെ ചാപ്റ്റർ നേഴ്സിംഗ് മാനേജ്മെന്റ് ഓഫ് പേഷ്യന്റ് വിത്ത് ഡിസോർഡേഴ്സ് ആൻഡ് ഡിസീസസ് ഓഫ് ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. നമ്മുടെ ഇയറിലും നോസിലും ത്രോട്ടിലും വരുന്നത്. അതിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഓൾറെഡി ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സിലബസിൽ കാണാം എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്റേണൽ ഇയർ പിന്നെ ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ആ തന്നിരിക്കുന്നത് വെച്ച് ഡിവൈഡ് പഠിക്കാം. ഇതിന് ചോദിക്കുന്ന ഓട്ടൈറ്റിസ് മീഡിയ എന്താണെന്ന് ചോദിക്കാം, ഒരു എസ് ആയിട്ട് ചോദിക്കാം. ഓട്ടൈറ്റിസ് മീഡിയ, മാസ്റ്റോഡൈറ്റിസ്, മേനിയേഴ്സ് ഡിസീസ്, ഇതൊക്കെ എന്താണ് ഒരു എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കൂടുതലും ചോദിക്കുന്നത്. മനസ്സിലായോ? എല്ലാത്തിനും നഴ്സിംഗ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് ഡയഗ്നോസിസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മനസ്സിലായോ നിങ്ങൾക്ക്? ഓട്ടൈറ്റിസ് മീഡിയ, മാസ്റ്റോഡൈറ്റിസ്, മേനിയേഴ്സ് ഡിസീസ്, ഇതൊക്കെ ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ നോസിൽ വരുമ്പോഴത്തേക്കും ജസ്റ്റ് അനാട്ടമി ആൻഡ് ഫിസിയോളജി നിങ്ങൾക്ക് ജസ്റ്റ് വരയ്ക്കാൻ പറ്റുന്ന ഒരു പടമൊക്കെ വരയ്ക്കാം. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ റൈനൈറ്റിസ് ഒക്കെ റൈനൈറ്റിസ്, സൈനസൈറ്റിസ് ഇതൊക്കെ ഒരു 2 മാർക്ക് ആയിട്ട് ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. റൈനൈറ്റിസ്, സൈനസൈറ്റിസ്, അതുപോലെ ത്രോട്ടി വരുന്ന സമയത്ത് ടോൺസിലൈറ്റിസ്, ഇതൊക്കെ എന്താണ് ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ആണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. Yes, ma'am. ചെയ്യുന്നുണ്ട്. ആ ഓക്കെ. ഇപ്പൊ ഈ ഇത്രയും ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് തന്നു. ഇനി നിങ്ങൾക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ നോട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ. അതുപോലെ ഡൗട്ട്സ് ഉള്ളവർക്ക് നമ്മുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ വിളിച്ച് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഏത് സമയത്ത് നമ്മൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എപ്പോ ചോദിച്ചാലും ഞങ്ങൾ ആൻസേഴ്സ് നിങ്ങൾക്ക് ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കുക ഏത് സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം, ക്ലിയർ ആക്കി തരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആൻസർ PDF ഒക്കെ നമ്മൾ പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന പ്രൊവൈഡ് ചെയ്യും. പിന്നീട് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഡീറ്റെയിൽ നോട്ട്സും ഒക്കെ നമ്മൾ തരും കേട്ടോ. ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എക്സാമിന് മുന്നേ എല്ലാം നമ്മൾ തരും നിങ്ങൾക്ക്. അപ്പൊ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എക്സാമിന് വേണ്ടിട്ടൊക്കെ. ഇതിൽ 5 ചാപ്റ്റർ ആണോ ഉള്ളത് ഫസ്റ്റില്? എന്താണ്? സർജിക്കലിൽ 5 ചാപ്റ്റർ ആണോ ഉള്ളത്? അല്ല, 5 ചാപ്റ്റർ അല്ല. MSN 2 നിങ്ങൾക്ക് ടോട്ടൽ ഉള്ളത് 11 ചാപ്റ്റേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അതിലിപ്പോ 4 ചാപ്റ്റർ നമുക്ക് ടൈമും കുറവാണ്, അതുകൊണ്ട് നമ്മൾ 4 ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി ഞങ്ങൾ തരും. ഓക്കെ. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം, ഡൗട്ട് ഉള്ളവരെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നന്നായിട്ട് പഠിക്കുക, എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവരും നന്നായിട്ട് എഴുതണം കേട്ടോ. യൂണിറ്റ് വൈസ് ആയിട്ട് നിങ്ങൾ വെച്ച് പഠിക്കുക. Okay, fine. So this was Medical Surgical Nursing 2 syllabus review. I hope everyone has understood the syllabus review. If you have any doubts, you can clarify your doubts by contacting the number. So our subject trainers will clarify your doubts. Okay. For more details, you can check out our Nursing Guru app. You can download it from Play Store. So detailed notes and detailed classes are available in our Nursing Guru app. Okay. So I hope this class was very useful. Useful. Then let's wind up today's session. I thank all students who have joined to our Masterclass 2025. And I even thank our subject trainers,
for explaining the detailed syllabus review. Okay. And for the next subject, we'll see in the next week, Masterclass 2025. Let's wind up the class. Okay, thank you. Okay. Thank you all. Thank you. Thank you, ma'am. Thank you, ma'am. Thank you.